വണ്ടിയുടെ നിലവിൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ വണ്ടിക്ക് ഉണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഒരു ഇടി കിട്ടിയേക്കണത് കൊണ്ട് പുറത്ത് എന്ത് പറ്റിയേക്കണേന്ന് വെച്ചാൽ ഫ്രണ്ട് ഇപ്പോൾ ഫോർക്ക് മാറ്റിയിട്ട് ഓടിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വന്ന ബോഡി ഫ്രെയിം ഉണ്ടല്ലോ, ആ ബോഡി ഫ്രെയിമിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് വണ്ടി ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങടേക്ക് ഇടിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രണ്ട് പോയി ഇടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഫോർക്ക് മാറ്റി കഴിഞ്ഞാൽ റെഡിയാവും. അതായത് മറ്റേ ചേസിന് അത്ര കാര്യമായിട്ട് കേൾക്കില്ല. ഇത് സൈഡിൽ നിന്ന് ഇടിയായതുകൊണ്ട് മുകളിലത്തെ അലൈൻമെൻറ്റ്, അതായത് ഫ്രണ്ട് ഫോർക്ക് എന്ന് പറയുന്ന മറ്റേ ചേസ് വന്ന ഭാഗത്താണ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് സംഭവിച്ചത് കേട്ടോ. പിന്നെ അതിൽ ഫോർക്ക് മാറ്റി വണ്ടി ക്ലിയറാണ്. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയൊരു സൈഡ് വലിവ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചേസ് ലെവലിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യണം. അത് ഓടിച്ചു നോക്കാം. വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ അടുത്ത് ചെയ്യണ സ്ഥലമില്ല, ചാലക്കുടിയിലുള്ളൂ. ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അതിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി. ഓക്കെ.